എല്ലാവർക്കും നമസ്കാരം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡീനിയം ഗ്രാഫ്റ്റിംഗ് മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അഡീനിയമാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് മൾട്ടി കളർ ഞാൻ ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേലാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വേണ്ടാത്ത കമ്പുകളെല്ലാം ആദ്യം കട്ട് ചെയ്ത് കളയണം. കത്തി സ്റ്റെറൈലായിരിക്കണം, നല്ല മൂർച്ചയുള്ളതായിരിക്കണം. ഇപ്പം ഈ ഇനമാണ് ഞാനത് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് തന്നാണ്. നല്ല ഹെവി ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ഇനമാണ്. സിംഗിൾ പെറ്റലാണ്, പക്ഷെ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ നമ്മളതിൻ്റെ ഫ്ലവറെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ബഡ്വുഡ് നമ്മളെടുത്തു. ബഡ്വുഡ് നമുക്ക് പറയാം, സിയോണെന്ന് വേണമെങ്കിലും പറയാം, സെയിം. അപ്പോൾ ഇതിന് ഷേപ്പ് ആക്കാൻ വേണ്ടി താഴത്തെ ഒരു കമ്പ് കളയേണ്ടതാണ്. പക്ഷേ അതിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിന്നീട് വേര് പിടിപ്പിക്കും. സാധാരണ നാടൻ ഇനങ്ങളെല്ലാം വേര് പിടിക്കുമായിരുന്നു. ഇത്രയാണ് ഒരു 1/2 ഇഞ്ച് നീളത്തിൽ. അതിനകത്ത് 1-2 കണ്ണ് കാണണം, ഐസ് ഉണ്ടായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഒരു നൈസായിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് പ്ലാസ്റ്റിക്, ഇച്ചിരി വീതിയുള്ളതാണെങ്കിൽ ഒറ്റ ഒരെണ്ണം മതി, ചുറ്റൊന്നും വേണ്ട. താഴെ ഒരു റബ്ബർ ബാൻഡ് ഇടുകയാണ് ചെയ്യുന്നത് സാധാരണ എല്ലാവരും. ഞാനിത് ഒന്നുകൂടെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. പിന്നീട് നമ്മളിത് അഴിച്ചു വിടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് തുളച്ച് ഇതിൻ്റെ മുകളങ്ങൾ പുറത്തേക്ക് വരും. അന്നേരം നമുക്ക് പിന്നീട് വേണമെങ്കിൽ അഴിച്ചാലും മതി, നന്നായിട്ട് ക്യൂർ ആകുന്നതിന് മുമ്പ് തന്നെ ഇത് മുകളങ്ങൾ വരാൻ തുടങ്ങും. അതാണ് അതിനകത്തെ മെച്ചം. ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഫംഗസ് ഉള്ളതെന്ന് നമ്മൾ ഒരിക്കലും ഫംഗസ് ഉള്ള ചെടിയുടെ അടുത്തുനിന്ന് പോലും നമ്മൾ സിയോൺ എടുക്കരുത്. ഫംഗസ് ഉള്ളിടത്ത് നമ്മൾ ചെയ്യരുത്. മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണം. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ അഡീനിയമാണ്. അതിനുശേഷം നമ്മൾ തണലത്ത് വെക്കണം. 2 ആഴ്ചത്തെ കാലമുള്ളൂ. 2 ആഴ്ച കൊണ്ട് തന്നെ ഇത് ക്യൂറാവും. അപ്പം ഇത് എൻ്റെ കയ്യിലുള്ളതിലേക്കും ഏറ്റവും പഴക്കമേറിയ വളരെ വലിയൊരു ട്രീ ആണിത്. അപ്പോൾ സീ ടുമോറോ വിത്ത് അനദർ വീഡിയോ.